Assalamualaikum dear friends, welcome back to Shamys world. ഇന്ന് ഞാൻ എന്നത്തെയും പോലെ വന്നിരിക്കുന്നത് ആവിയിൽ വേവിച്ച എണ്ണ ഒട്ടും ചേർക്കാത്ത വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിനു വേണ്ടിയുള്ള മാവ് ഒന്ന് ഉണ്ടാക്കി ആവിയിൽ വേവിച്ചാൽ സംഭവം റെഡി. ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പഴുത്ത കറുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത് മധുരമുള്ള നേന്ത്രപ്പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുളിപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ പഴം ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പഴമെല്ലാം എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പഴം ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഴമെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ല, നല്ലോണം അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ പാലെടുക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. തേങ്ങയുടെ പാല് കിട്ടുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്ന് തേങ്ങ അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ പാല് അരിച്ചൊഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു അരിപ്പ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചൊഴിക്കാം. ഇത് കൈ വെച്ച് നന്നായിട്ട് നമുക്ക് മുറുക്കി പിഴിഞ്ഞെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയെല്ലാം ഞാൻ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനെല്ലാം ശർക്കരയാണ് കൂടുതൽ നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ച് വേണം ചേർക്കാൻ, എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇത് ഉരുക്കി കിട്ടുകയുള്ളൂ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച ശർക്കരയാണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കറുത്ത ശർക്കര എടുക്കുമ്പോൾ നല്ല കളറും കിട്ടും, ടേസ്റ്റും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കറുത്ത ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ കല്ലും മണ്ണൊന്നും ഇല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ വേറൊരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് എടുക്കാൻ പാടില്ല. ചൂടോടെ അരിച്ച് ഒഴിക്കുമ്പോൾ അത് ഉരുകിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ അരിപ്പ് എടുത്തത്. ഇനി ഇത് കളയാം. അപ്പോൾ നമ്മൾ ഉരുക്കി അരിച്ചൊഴിച്ച ശർക്കരയിലോട്ട് 1 കപ്പ് അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. ഫ്ലെയിമൊന്നും ഞാൻ കത്തിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിൻ്റെ പത്തിരിയുടെ പൊടി എടുക്കാം. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാത്ത നൈസ് പൊടി വേണം എടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കട്ടയെല്ലാം നല്ലോണം ഉടച്ചു കൊടുക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. അപ്പോൾ ശർക്കരയും അരിപ്പൊടിയും നല്ലോണം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല. ഇനി പഴവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പഴവും അരിപ്പൊടിയും ശർക്കരയെല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ പഴവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. അത് മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മിക്സായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത കൂട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തപ്പോൾ തന്നെ നല്ല പേസ്റ്റ് പോലെ കട്ടകളൊന്നും ഇല്ലാതെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ മാവ് ഒഴിച്ചപ്പോൾ കണ്ടല്ലോ, അതാണ് മാവിൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം.
നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല കപ്പലണ്ടി ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊന്നുമില്ല, ഇത് മിക്സായി കിട്ടിയാൽ ബാറ്റർ റെഡിയായി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരമെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിനാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ വേണം ആവിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ആവി കയറ്റാമെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റ്, നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നില്ലേ, ആ പ്ലേറ്റിലോട്ട് ഈ തേച്ച് കൊടുക്കാം. ഞാനിവിടെ വാഴയില വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വാഴയില ഇത് വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടും. അപ്പോൾ ആ വാഴയില ആ ടേസ്റ്റും കൂടെ കിട്ടും. ഇനി ഈ സൈഡിലൊക്കെ ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കാം. അപ്പോൾ വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിലോട്ട് നേരിട്ട് നെയ്യ് തേച്ച് കൊടുത്താലും മതി. അപ്പോൾ നെയ്യെല്ലാം എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വാട്ടിയ വാഴയിലാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സ് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവെല്ലാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടാവുന്നതിന് മുമ്പ് വേണം ഇത് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചൂടായി പോകും. അപ്പോൾ ഇറക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റായി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ തുറക്കാൻ പോകുന്നത്. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇപ്പോൾ തന്നെ അറിയാലോ, കണ്ടല്ലോ, സൈഡെല്ലാം വിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലോണം വെന്തെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് ഈ സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ തന്നെ സൈഡെല്ലാം വിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് വിടിയിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിടിയിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് കമഴ്ത്തിയിട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വാഴയിലൊക്കെ വെച്ചതുകൊണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറത്തുള്ള വാഴയില മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പഴത്തിന്റെ ഒരു കുത്തലോ ഒന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. എണ്ണയൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എത്രമാത്രം സോഫ്റ്റാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം. ഈ വാഴയിലൊക്കെ ആ എസൻസ് നമുക്ക് കിട്ടും. പഴത്തിൻ്റെ ഒന്നും ആ ഒരു കുത്തലോ ഒന്നുമില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. പിന്നെ എണ്ണയോ നെയ്യോ ഒന്നും ഇതിന് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ തേങ്ങയുടെയും ഇടയ്ക്കിടയ്ക്ക് ആ കപ്പലണ്ടിയുടെയൊക്കെ നമ്മൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല. നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ആവിയിൽ വേവിച്ച ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്